75,000 കോടി ഇന്ത്യൻ രൂപ അല്ലെങ്കിൽ 10 ബില്യൺ US$. ഈ ഒരു ചെലവിന് ഒരൊറ്റ പേടകത്തെ സ്പേസിലേക്ക് എത്തിക്കാൻ ആരെങ്കിലും തയ്യാറാകുമോ? 25 വർഷത്തെ പരിശ്രമം, പ്ലാനിങ്, ഡിസൈനിങ്, റീഡിസൈനിങ്, അപ്ഗ്രേഡുകൾ, റീപ്ലാനിങ്, റീബിൽഡിങ് എന്ന് വേണ്ട COVID-19 ഇമ്പാക്റ്റ് പോലും കാര്യമായി ബാധിച്ചുകൊണ്ട് വളരെയധികം നീണ്ടു പോയൊരു പ്രോജക്റ്റാണ് ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പിൻ്റെ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. 1996-97 പ്ലാൻ ചെയ്യുകയും ഹബിൾ സ്പേസ് ടെലസ്കോപ്പിന് ഒരു അപ്ഗ്രേഡഡ് ആയിട്ടുള്ള പകരക്കാരനായിട്ട് മാറുകയും ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഹ്യൂമാനിറ്റി ഇതുവരെ ഉണ്ടാക്കിയതിൽ ഏറ്റവും ശക്തമായ വലിപ്പമേറിയ അത്രത്തോളം ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ടെലസ്കോപ്പിനായിട്ടുള്ള കാത്തിരിപ്പ് സോഷ്യൽ മീഡിയകൾ ഉടനീളം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ലോകത്തിൽ ഇതുവരെ ഉണ്ടാക്കിയതിൽ ഏറ്റവും ചെലവ് കൂടിയ ഒരു ടെലസ്കോപ്പിനെ ഭൂമിയിൽ നിന്ന് ഏകദേശം 15 മില്യൺ കിലോമീറ്റർ അകലെയുള്ള 15 മില്യൺ കിലോമീറ്റർ അകലെയുള്ള ഒരു പോയിന്റിൽ എത്തിച്ചേർക്കുകയും വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഭൂമിയോടൊപ്പം സൂര്യനെ ചുറ്റിക്കൊണ്ട് പ്രപഞ്ചത്തിൻ്റെ അനന്തതയിലേക്ക് നോക്കുകയും ചെയ്യുന്ന ഒരു വലിയ 18 കണ്ണാടികളടങ്ങിയ ഷഡ്ഭുജാകൃതിയിലുള്ള ഇൻഡിവിജ്വൽ പീസസിനെ കൃത്യമായ രീതിയിൽ അറേഞ്ച് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരു എഞ്ചിനീയറിംഗ് മാർവലാണ് ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് എന്ന് പറയുന്നത്. യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഏരിയാന 5 റോക്കറ്റിൽ ഡിസംബർ 25, 2021 വൈകുന്നേരം 5:30 മണിക്കാണ് ഇത് വിക്ഷേപിച്ചത്. നമ്മളിന്ന് ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പിനെ കുറിച്ച് വളരെ ആഴത്തിൽ ചർച്ച ചെയ്യാൻ പോവുകയാണ്. എന്തുകൊണ്ടാണ് അതിനെ ഒരു എഞ്ചിനീയറിംഗ് മാർവൽ എന്ന് വിളിക്കുന്നത്? എന്താണ് അതിൻ്റെ പ്രാധാന്യം? എത്രയാണ് അതിൻ്റെ ആയുസ്? എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ബ്രീഫായിട്ടൊരു ഐഡിയ കുറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു ദിവസത്തിൻ്റെ എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത്. ഡിസംബർ 25 എന്ന് പറയുന്നത് നമുക്ക് ക്രിസ്മസ് മറ്റുമൊക്കെ ആണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ബഹിരാകാശത്തെ സ്നേഹിക്കുന്നവർ ഏറ്റവും കൂടുതൽ കാത്തിരുന്നത് ഈ ഡിലേകളൊക്കെ തന്നെ മാറ്റി വെക്കുമ്പോഴും സക്സസ്ഫുൾ ആയിട്ട് വിക്ഷേപിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പിൻ്റെ നല്ലൊരു വിജയത്തിന് വേണ്ടിയായിരുന്നിരിക്കാം. ഹായ് ഫ്രണ്ട്സ്, JR സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. ബഹിരാകാശത്തിൻ്റെ അനന്തതയിലേക്ക് നോക്കുമ്പോൾ നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളത് പോലെ നമ്മൾ ഏറ്റവും കൂടുതൽ ക്യൂരിയസ് ആക്കുന്നത് ഇവിടെ നിന്ന് വന്നു, എങ്ങനെ ഉണ്ടായി, അതിൻ്റെ ചരിത്രം എങ്ങനെയാണ്, ഭൂമി ഇങ്ങനെ ആവുന്നതിന് മുമ്പ് നമ്മുടെ പ്രപഞ്ചം എങ്ങനെയായിരുന്നു, അതിലെങ്ങനെയാണ് നക്ഷത്രങ്ങളും ആദ്യകാല ഗാലക്സികളും ഒക്കെ തന്നെ ഫോം ചെയ്തത് തുടങ്ങിയ ചോദ്യങ്ങൾ എന്നും നമ്മളെ കുഴപ്പിക്കുന്ന ഒന്നാണ്. എന്നാൽ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യങ്ങളിലൊന്ന്. പക്ഷേ ഇനി നമ്മൾ നമ്മുടെ ബഹിരാകാശ ഗവേഷണ മേഖലയെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും. ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് കണ്ടെത്തുന്ന നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കണ്ടെത്തുന്ന പുതിയ പഠനങ്ങളും അതിനു മുമ്പുള്ള പഠനങ്ങളും, അതെ, യൂണിവേഴ്സിനെ നമ്മൾ എങ്ങനെയാണ് നോക്കുന്നത് എന്നുള്ളതിന് പുതിയൊരു മാനം സൃഷ്ടിക്കാൻ പോകുന്ന ഒരു ടെലസ്കോപ്പാണ്. പരിമിതികളൊക്കെ തന്നെ മറികടന്നുകൊണ്ട് ഇൻഫ്രാറെഡ് റേഞ്ചിലുള്ള കിരണങ്ങളെ പിടിച്ചെടുത്തുകൊണ്ടാണ് ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് വിദൂരങ്ങളിലേക്ക് നോക്കുന്നത്. ബിഗ് ബാങ്ങിന് ശേഷം നക്ഷത്രങ്ങൾ രൂപപ്പെട്ടുകൊണ്ട് അതിൽ നിന്ന് പുറപ്പെട്ട പ്രകാശം നമുക്കറിയാം പ്രപഞ്ചത്തിൻ്റെ 1382 കോടി വർഷത്തെ ഈ ഒരു എക്സ്പാൻഷൻ റേറ്റിനും പഴക്കത്തിനും ഇടയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലേതെങ്കിലുമൊക്കെ തന്നെ ഫോട്ടോണുകൾ നമ്മുടെ ടെലസ്കോപ്പുകളിലേക്ക് വന്ന് വീഴുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ചിത്രങ്ങൾ പകർത്താൻ സാധിക്കുക. അത്രത്തോളം ആക്യുറേറ്റ് ആയിട്ടുള്ള, അത്രത്തോളം പഴക്കമുള്ള, അത്രത്തോളം ദൂരെ നിന്ന് വരുന്ന റെഡ് ഷിഫ്റ്റ് സംഭവിച്ച ഇൻഫ്രാറെഡ് റീജിയനിലുള്ള പ്രകാശത്തെ പിടിച്ചെടുക്കുക എന്ന് പറയുന്ന ചില്ലറ പണിയല്ല. അതിന് അത്രത്തോളം ആക്യുറേറ്റ് ആയിട്ടുള്ള, അത്രത്തോളം ടെക്നോളജികൾ അടങ്ങിയ ഒരു ടെലസ്കോപ്പ് തന്നെ വേണം എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് വളരെ യുണീക്കായിട്ടുള്ള മെത്തേഡുകൾ അടങ്ങിയ രീതിയിൽ ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് വരുന്നത്. നമുക്കറിയാം 4.5 മീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള ഒരു വലിയ മിറർ, പ്രധാനപ്പെട്ട മിററും പിന്നെ സെക്കൻഡറി മിററുകളും അടങ്ങിയ ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് വിക്ഷേപിക്കുന്നത് സ്പേസ് ഷട്ടിലിൻ്റെ സഹായത്തോടു കൂടിയാണ്. അതിനുശേഷം വന്ന കംപ്ലൈൻറ്റുകളും സ്പേസ് ഷട്ടിലുകൾ ഉപയോഗിച്ചുകൊണ്ട് പരിഹരിക്കാൻ സാധിച്ചു. പ്രത്യേകിച്ച് നാസയെ നോക്കുന്ന സമയത്ത് അവർ പിന്നീട് സോയൂസിനെയൊക്കെ ആശ്രയിച്ചുകൊണ്ടാണ് പ്രധാനമായിട്ടും ഇത്തരം പേടകങ്ങളൊക്കെ വിക്ഷേപിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഏരിയാന 5 എന്ന് പറയുന്ന പവർഫുൾ ആയിട്ടുള്ള റോക്കറ്റിൻ്റെ സഹായത്തോടു കൂടി ഏകദേശം 25 മീറ്റർ സ്ക്വയർ ഏരിയ അല്ലെങ്കിൽ 6.5 മീറ്റർ ഡയമീറ്ററോളം വരുന്ന വലിപ്പത്തിലുള്ള വലിയൊരു മിററിനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഒരു ലക്ഷ്യം വെല്ലുവിളിയായി മാറിയത്. നമുക്കറിയാം ഒരു റോക്കറ്റിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് എങ്ങനെയാണ് ഒരു പേടകത്തെ വെച്ച് ബഹിരാകാശത്ത് എത്തിക്കാൻ കഴിയുക, അതിൻ്റെ ഭാരം, വലിപ്പം എന്നിവ വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. 25 മീറ്റർ സ്ക്വയർ ഏരിയ വരുന്ന 18 പീസുകൾ അടങ്ങിയ കണ്ണാടിയെയും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് തണുപ്പിച്ച് നിർത്തുന്ന സൺഷീൽഡിന് ഏകദേശം ഒരു ടെന്നീസ് കോർട്ടിൻ്റെയും വലിപ്പമുണ്ട് എന്ന് പറയുമ്പോൾ ഈ ഒരു സാധനത്തെ ഫോൾഡ് ചെയ്ത് മാത്രമേ നമുക്ക് ബഹിരാകാശത്ത് എത്തിക്കാൻ കഴിയൂ എന്നുള്ള വസ്തുതയാണ്. അങ്ങനെ ആകുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയി. ഫോൾഡിങ്ങുകൾ അല്ലെങ്കിൽ മടക്കുകൾ കൂടുന്തോറും അവിടെ വരുന്ന ജോയിൻറ്റുകളുടെയും പിന്നുകളുടെയും എണ്ണം കൂടും.
അതിനനുസരിച്ച് ഇത് വിക്ഷേപിച്ചതിന് ശേഷം ഓരോ കൃത്യമായ പാതകളിലും 107ഓളം പിന്നുകൾ വരുന്ന ഇതിൻ്റെ ഫോൾഡിങ്ങുകളെ കൃത്യമായിട്ട് അൺഫോൾഡ് ചെയ്തുകൊണ്ട് വേണം ലഗ്രാഞ്ച് പോയിന്റ് 2 എന്ന് പറയുന്ന വളരെ സ്വതന്ത്രമായിട്ടുള്ള സൂര്യൻ്റെയും ഭൂമിയുടെയും ഗുരുത്വാകർഷണത്തിൽ നിന്ന് വളരെയധികം സ്റ്റേബിളായിട്ട് നിൽക്കാൻ കഴിയുന്ന മിനിമം എനർജിയിൽ നിന്നുകൊണ്ടൊരു പ്രത്യേക പോയിന്റിനെ പഠിക്കാൻ കഴിയുന്ന ഒരു സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് ഏകദേശം ഒരു 15 മില്യൺ കിലോമീറ്റർ അകലെയുള്ള ഒരു പോയിന്റിലേക്ക് ഇതിന് എത്തിച്ചേരാൻ കഴിയും. ഏരിയാന 5 റോക്കറ്റിൽ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഹബിളിനെയൊക്കെ വിക്ഷേപിച്ചത് ഏകദേശം ഒരു 500 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഭൂമിയിൽ നിന്നുകൊണ്ട്. പക്ഷേ ഇത് ഇത്രയും ദൂരം പോകണമെങ്കിൽ ഇത്രയും വലിയ സാധനത്തിന് അത്രത്തോളം ഭാരം കുറയ്ക്കണം. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത്, ഇൻഫ്രാറെഡ് റീജിയനിലുള്ള പ്രകാശരശ്മികളെ വലിച്ചെടുക്കുന്ന ഒരു ടെലസ്കോപ്പ് ആയതുകൊണ്ട് തന്നെ ഭൂമിയിൽ നിന്ന് വരുന്ന, നമുക്കറിയാം ഭൂമിക്ക് ഇറ്റ്സെൽഫ് ഒരു റേഡിയേഷൻ തെർമൽ സിഗ്നലുണ്ട്, അതുപോലെ തന്നെ സൂര്യനിൽ നിന്ന് വരുന്ന ചൂട് ഇതിനെയൊക്കെ തന്നെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ഇതിൻ്റെ ആ ഗോൾഡ് കളറിൽ കാണപ്പെടുന്ന ഹെക്സഗണൽ ഷേപ്പിലുള്ള ആ മിററുകളെ തണുപ്പിച്ച് നിർത്തി മറ്റ് സോഴ്സുകളിൽ നിന്ന്, നിയർ ബൈ സോഴ്സുകളിൽ നിന്നുള്ള ഒരു തരത്തിലുമുള്ള ഇൻഫ്രാറെഡ് റേസുകളും പതിക്കാതെ ഇരുന്നാൽ മാത്രമേ വളരെ അകലെ നിന്ന് വരുന്ന ഒരു ഫോട്ടോണെങ്കിൽ അതിനെ പോലും വലിച്ചെടുക്കാൻ കഴിയുന്ന നിലയിലേക്ക് ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പിന് വർക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ ലഗ്രാഞ്ചിയൻ പോയിന്റ് എന്ന് പറയുന്നത് ഏകദേശം 5 എണ്ണത്തോളം ഭൂമിയും സൂര്യനും തമ്മിൽ ഇടയ്ക്കുണ്ട്. അതായത് ഭൂമിയുടെയും സൂര്യൻ്റെയും ഗുരുത്വാകർഷണ മണ്ഡലങ്ങളുടെ സ്വാധീനത്തിൽ നിന്നുകൊണ്ട് തന്നെ എന്നാൽ വലിയ തോതിൽ പൊസിഷനുകൾക്ക് വ്യത്യാസം വരാത്തവണ്ണം കീപ്പ് ചെയ്യാൻ കഴിയുന്ന പോയിന്റുകളാണ് ലഗ്രാഞ്ചിയൻ പോയിന്റ് എന്ന് പറയുന്നത്. അതൊരു ഓർബിറ്റൽ മെക്കാനിക്സിൽ വരുന്നൊരു പദമാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ഈ ഒരു ടെലസ്കോപ്പ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഇതിൻ്റെ ഫോൾഡുകൾ അൺഫോൾഡ് ചെയ്യുക എന്നുള്ളതാണ്. മടക്കി വച്ചിരിക്കുന്ന ഭാഗങ്ങൾ കൃത്യമായിട്ട് മറ്റ് മീറ്റിയോറൈറ്റുകളൊന്നും വന്നിടിക്കാതെ, സ്പേസ് ഡെബ്രിസുകളൊന്നും വന്ന് തട്ടാത്ത രീതിയിൽ തുറന്നു വെച്ചതിന് ശേഷം കൃത്യമായിട്ട് ഇതിൻ്റെ ഫോക്കൽ പോയിന്റുകൾ സെറ്റ് ചെയ്തുകൊണ്ട് വരിക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുപോലെ തന്നെ ഇതിൻ്റെ ഹീറ്റ് ഷീൽഡ് അല്ലെങ്കിൽ അതിൻ്റെ സൺഷെയ്ഡ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതും പ്രധാനമാണ്. എപ്പോഴും സൂര്യനെ മറച്ചുകൊണ്ട് സൂര്യനിൽ നിന്ന് വരുന്ന റേഡിയേഷനുകളെ തടുക്കാനായിട്ട് 4ലധികം ലെയറുകൾ ഇതിൻ്റെ ചിത്രത്തിൽ കാണുന്ന താഴെ ഭാഗത്തുള്ള റിഫ്ലക്റ്റീവ് കോട്ടിങ്ങൾ സൺഷെയ്ഡിൽ കാണാൻ സാധിക്കും. ആ ഓരോ ലെയറുകളും കണ്ടക്ഷൻ, കൺവെൻഷൻ, റേഡിയേഷൻ എന്ന് പറയുന്ന ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ സാധ്യതയുള്ള എല്ലാ മെത്തേഡുകളെയും തടുത്തുകൊണ്ട് കൃത്യമായ രീതിയിൽ എഞ്ചിനീയറിംഗ് ചെയ്തുകൊണ്ട് പുറത്തേക്ക് ഹീറ്റ് കളയുന്നതാണ്. അതുമാത്രമല്ല, -233 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്ന അത്രത്തോളം എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ക്രയോജനിക് സ്റ്റേറ്റിലാണ് ഇതിൻ്റെ റിഫ്ലക്ടറുകൾ പ്രവർത്തിക്കേണ്ടത്, ഇതിൻ്റെ മിററുകൾ പ്രധാനമായിട്ടും പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ ഏകദേശം ഒരു സൂര്യനിൽ നിന്ന് വരുന്ന താപനില തടുത്താൽ പോലും സ്പേസിൽ അത്രത്തോളം ടെമ്പറേച്ചർ കിട്ടണമെന്നില്ല. അതുകൊണ്ട് തന്നെ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പ്രത്യേക തരത്തിലുള്ള ഹീലിയത്തിൻ്റെ സഹായത്തോടു കൂടിയും പൾസ് ട്യൂബ് ക്രയോ കൂളർ എന്ന് പറയുന്ന ഒരു പ്രത്യേക ആക്റ്റീവ് കൂളിംഗ് സംവിധാനത്തിൻ്റെയും സഹായത്തോടു കൂടിയാണ് ഇതിൻ്റെ മിററുകളെ തണുപ്പിച്ച് നിർത്തുന്നത്. ഏകദേശം 10 വർഷം ആയുസ് പറഞ്ഞിട്ടുള്ള ഈ ടെലസ്കോപ്പ് ഇത്രയും കാലം കൃത്യമായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ സൺഷീൽഡുകൾ എങ്ങനെ പ്രവർത്തിക്കണമെന്നും ഇതിൽ നിന്ന് കിട്ടുന്ന സോളാർ പാനലുകളുടെ എനർജി എത്രത്തോളം പവർഫുൾ ആണെന്നും, അതുമാത്രമല്ല ഈ ഒരു ടെലസ്കോപ്പ് ഇത്രത്തോളം കൂളിംഗ് ആയിട്ട് നിലനിർത്താനുള്ള സംവിധാനം എത്രമാത്രം ആക്യുറേറ്റ് ആണ് എന്നുള്ള ചോദ്യത്തെയും നമുക്ക് കൃത്യമായിട്ട് ഡീൽ ചെയ്യാൻ കഴിയും. ഇനി ടെലസ്കോപ്പിൻ്റെ പ്രവർത്തനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്പേസിലേക്ക് എത്തിക്കാൻ അത്രത്തോളം ബുദ്ധിമുട്ടായതുകൊണ്ട് 18ഓളം ഹെക്സഗണൽ ഷേപ്പിലുള്ള ചെറിയ ചെറിയ മിററുകളെ ചേർത്ത് വെച്ചുകൊണ്ടാണ് പ്രൈമറി മിറർ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് ഞാൻ പല സ്ഥലത്തും പറഞ്ഞിരുന്നു. ഈ പ്രൈമറി മിററുകളുടെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് ഗ്രൗണ്ട് ബേസ്ഡ് ടെലസ്കോപ്പുകൾ വർക്ക് ചെയ്യുന്നത് പോലെ തന്നെയാണ്. പരമാവധി ആ വരുന്ന 25 മീറ്റർ സ്ക്വയർ ഏരിയയിൽ വീഴുന്ന ഫോട്ടോണുകളെ അതിൻ്റെ ഫോക്കൽ പോയിന്റിൽ സ്ഥിതി ചെയ്യുന്ന സെക്കൻഡറി മിററിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. ആ സെക്കൻഡറി മിറർ വീണ്ടും അതിനെ റിഫ്ലക്റ്റ് ചെയ്യിച്ചുകൊണ്ട് ഈ ഒരു പ്രധാനപ്പെട്ട പ്രൈമറി മിററിൻ്റെ മിഡിൽ ഭാഗത്തിരിക്കുന്ന സെൻസറിലേക്ക് അതിനെ ഗൈഡ് ചെയ്യും. ആ സെൻസറുകൾക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട്. ലോകത്തിലെ ഏറ്റവും പ്രിസൈസ് ആയിട്ടുള്ള ഗൈഡിങ് സിസ്റ്റവും അതുപോലെ തന്നെ ഫൈൻ ട്യൂണിങ് സിസ്റ്റവുമാണ് ആ ഒരു സെൻസറിനകത്തുള്ള മറ്റ് മിററുകൾ അടങ്ങിയിരിക്കുന്നത്. അത് ഓരോ 60 മുതൽ 64 മില്ലി സെക്കൻഡുകൾ കൂടുമ്പോഴും അതിൽ വീഴുന്ന ഫോട്ടോണുകളെ അനലൈസ് ചെയ്തതിന് ശേഷം ഏത് തരത്തിൽ അതിൻ്റെ കോർഡിനേറ്റുകൾ അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് പ്രൈമറി മിററിന് നിർദ്ദേശങ്ങൾ നൽകുന്നു. അതിനനുസരിച്ച് പ്രൈമറി മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ 18 പീസുകൾ ഇൻഡിവിജ്വലായിട്ട് നീങ്ങുക മാത്രമല്ല ചെയ്യുന്നത്, ഈ ഓരോ പീസുകളുടെയും ഫോക്കൽ പോയിന്റുകൾ മാറ്റാൻ കഴിയുന്ന തരത്തിൽ ആ ഒരു ബെറിലിയത്തിന് മുകളിൽ ഗോൾഡ് കോട്ട് ചെയ്തിട്ടുള്ള ആ ഒരു സിസ്റ്റത്തിനകത്തുള്ള മോട്ടോറുകൾക്ക് സാധിക്കും. പീരിയോഡ് ടേബിളിലെ 4ാമത്തെ മൂലകമായിട്ടുള്ള ബെറിലിയത്തെയാണ് ഈ ഒരു മിറർ, പ്രൈമറി മിററിൻ്റെ പാർട്ടുകൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം ബെറിലിയം എന്ന് പറയുന്നത് ലൈറ്റ് വെയിറ്റ് ആണ്, അതുപോലെ തന്നെ ഹൈലി ബ്രിട്ടിലാണെങ്കിലും പെട്ടെന്ന് അതിൻ്റെ ഷേപ്പ് മാറ്റാൻ കഴിയില്ല, അല്ലെങ്കിൽ ഡീഫോം ചെയ്യാൻ സാധിക്കാത്തൊരു മൂലകമാണ്. അതിൻ്റെ മുകളിൽ ഗോൾഡ് പ്ലേറ്റ് ചെയ്യുക എന്നതിൻ്റെ അർത്ഥം ഒരു മഞ്ഞ ഷെയ്ഡ് ഉണ്ടാകുന്നു എന്നല്ലേ. സ്വാഭാവികമായിട്ടും ഒരു പ്രൈമറി മിററിനെ ഗോൾഡ് കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്
എടുക്കാൻ കഴിയുന്ന ചിത്രങ്ങളിൽ മഞ്ഞ കളർ വരും എന്ന് നമുക്കറിയാം. പക്ഷേ ഇൻഫ്രാറെഡ് റീജിയനിൽ വളരെയധികം റിഫ്ലക്റ്റീവ് ആയിട്ടുള്ളൊരു എലമെൻ്റാണ് ഗോൾഡ് എന്ന് പറയുന്നത്. ഏകദേശം 0.1 മൈക്രോമീറ്റർ മാത്രം തിക്നെസ്സിലാണ് ഗോൾഡ് കോട്ട് ചെയ്തിരിക്കുന്നത്. 48.2 ഗ്രാമാണ് ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പിൽ കോട്ട് ചെയ്തിരിക്കുന്ന ഗോൾഡിൻ്റെ അളവ്. അങ്ങനെ കൃത്യമായിട്ട് ഓരോ ഇൻഡിവിജ്വൽ ഷെല്ലുകൾ കണക്കിരിക്കുന്ന മിററുകളും റീഅഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു കൃത്യമായിട്ടുള്ള പൊസിഷനെ നോക്കാൻ ടെലസ്കോപ്പിനെ സഹായിക്കുന്നു. പക്ഷെ അതുമാത്രം മതിയാകുമോ? നമുക്കറിയാം, ഫ്ലൈ വീലുകളുടെ സഹായത്തോടു കൂടിയാണ് ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് കൃത്യമായിട്ട് പൊസിഷൻ റീഅഡ്ജസ്റ്റ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെയുള്ള വീലുകൾ ഇതിൻ്റെ ഉള്ളിലും അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ സൺഷെയ്ഡിൻ്റെ അകത്തായിട്ട് വീലുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. ആ വീലുകൾക്ക് പുറമെ 8 മുതൽ 12ഓളം വരുന്ന റോക്കറ്റ് ത്രസ്റ്ററുകൾ പല അറേഞ്ച്മെൻറ്റിലായിട്ട് വെച്ചുകൊണ്ട് ഇതിനെ റീ ഓറിയൻറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. ഹൈഡ്രസീൻ പോലെയുള്ള മൂലകങ്ങൾ, ഏകദേശം നല്ല അളവിൽ ഹൈഡ്രസീൻ പോലെയുള്ള ഇന്ധനങ്ങൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന അറകളിൽ നിന്നും കാറ്റലിസ്റ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് പുറത്തേക്ക് ത്രസ്റ്റുകൾ ഉണ്ടാക്കിക്കൊണ്ട് ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് റീ ഓറിയൻറ്റ് ചെയ്തുകൊണ്ട് ഒരു പ്രത്യേക പൊസിഷനെ നിരീക്ഷിക്കുക അല്ലെങ്കിൽ അടുത്ത പൊസിഷനിലേക്ക് നിരീക്ഷണം മാറ്റുകയും ചെയ്യുന്നത്. അതായത് അതിനകത്തുള്ള ഇന്ധന ടാങ്ക് കാലിയാകുന്നതോടുകൂടി ഇതിൻ്റെ ആക്യുറസി നഷ്ടപ്പെടുകയും നമുക്ക് ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് ഉപയോഗിക്കാൻ കഴിയാതെ വരികയും ചെയ്യും എന്നൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വെറും 10 വർഷം മാത്രമാണ് $10 ബില്യൺ ചിലവാക്കി 25 വർഷം പ്ലാൻ ചെയ്ത ഒരു ടെലസ്കോപ്പ് ഉപയോഗിക്കാൻ സാധിക്കുക എന്നുള്ളൊരു ആശങ്കയിലേക്ക് ശാസ്ത്രലോകത്തെ എത്തിച്ചു നിർത്തുന്നത്. പക്ഷേ നാസയുടെ അണിയറയിൽ ഈ ഒരു ടെലസ്കോപ്പിനെ 15 മില്യൺ കിലോമീറ്റർ അകലെയുള്ള ഈ ഒരു ടെലസ്കോപ്പിൻ്റെ ഇന്ധന ടാങ്ക് നിറയ്ക്കാൻ കഴിയുന്ന റോബോട്ടിക് സംവിധാനങ്ങൾ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളും വരുന്നുണ്ട്. അതായത് സ്പേസ് ടെലസ്കോപ്പ് അതിൻ്റെ ഡെസ്റ്റിനേഷൻ പോയിന്റിലെത്തി 10 വർഷം കഴിയുന്നതിന് മുമ്പ് തന്നെ ഇത് റീഫ്യൂൽ ചെയ്യാനുള്ള സംവിധാനം കൂടി നാസ ലോഞ്ച് ചെയ്യാനുള്ള സാധ്യത എല്ലാവരും മുന്നിൽ കാണുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതൊരു പക്ഷേ ഒരു തോന്നലാവാം, അല്ലെങ്കിൽ ഒരു റൂമറാവാം, ഒരു പക്ഷേ നടക്കുന്നൊരു ഗവേഷണമാകാം. എന്തായാലും ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് ഉണ്ടാക്കാൻ പോകുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് അത് നമുക്ക് വിശദീകരിക്കാവുന്നതിലും അപ്പുറമായിരിക്കും. പക്ഷേ ഇത് വിക്ഷേപിച്ച് കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ ലഗ്രാഞ്ച് പോയിന്റ് 2 എത്തുമെങ്കിലും 5 മാസത്തോളം എടുക്കും ഇതിൻ്റെ വർക്കിംഗ് ആരംഭിക്കുന്നതിന് മുമ്പുള്ള ടെസ്റ്റുകൾ നടത്താൻ. അതായത് ഇതിൻ്റെ ഓരോ ഉപകരണങ്ങളും എങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്, അതെല്ലാം തന്നെ ഫുൾ ഫങ്ഷണൽ ആണോ, ഇതിൻ്റെ പിന്നുകളൊക്കെ തന്നെ കൃത്യമായിട്ട് അൺഫോൾഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ, മറ്റെന്തെങ്കിലും ഇററുകളുണ്ടോ തുടങ്ങി ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ആലോചിച്ച് നോക്കുക, ഹബിൾ സ്പേസ് ടെലസ്കോപ്പിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ അത് വിക്ഷേപിച്ച സമയത്ത് നമുക്ക് കൃത്യമായിട്ടുള്ള ചിത്രങ്ങൾ എടുക്കാൻ സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രശ്നം പരിഹരിക്കാൻ മറ്റൊരു സ്പേസ് ഷട്ടിൽ മിഷനിലൂടെ ആളുകൾ ചെന്നതിൻ്റെ സെൻസറുകളും മറ്റും ചേഞ്ച് ചെയ്യാനുണ്ടായത്. പക്ഷേ ഇതിൽ അങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള പഠനങ്ങളും അതുപോലെ തന്നെ പ്രീ പ്ലാനിങ്ങുകളും ഭൂമിയിൽ നിർമ്മിച്ച വാക്വം ചേമ്പറുകൾക്കകത്തുള്ള പരീക്ഷണങ്ങളും ഇതിൻ്റെ ഓരോ പാർട്ടുകളും മോട്ടോർ ഉപയോഗിച്ചുകൊണ്ട് മൂവ് ചെയ്യാൻ കഴിയുന്ന ചെക്കിങ്ങും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ബഹിരാകാശത്തേക്ക് വിക്ഷേപിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും തെറ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യത അത്രത്തോളം മിനിമൈസ് ചെയ്തുകൊണ്ട് ഇത്രയും അകലെ ഒരു ടെലസ്കോപ്പിനെ എത്തിക്കുക എന്നുള്ളതായിരിക്കും പ്രധാനപ്പെട്ടൊരു ദൗത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുക. അതായത് നമ്മൾ ഇന്ന് കാണുന്ന പ്രപഞ്ചത്തിൻ്റെ ചിത്രങ്ങളിലൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ളത് ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് ആണെങ്കിൽ ഇനി അങ്ങോട്ട് ആ രംഗം മാറ്റി എഴുതാൻ പോകുന്നതാണ് ഇൻഫ്രാറെഡ് റീജിയനിലുള്ള ചിത്രങ്ങൾ പിടിച്ചെടുത്തുകൊണ്ട് പ്രപഞ്ചത്തിൻ്റെ ആദ്യ രൂപങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗാലക്സികളെയും നക്ഷത്രങ്ങളെയും മാത്രം നിരീക്ഷിക്കുക എന്നുള്ളതല്ല ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പിൻ്റെ പ്രഥമ പരിഗണന. അതിനോടൊപ്പം തന്നെ മറ്റ് ഏലിയൻ ഗ്രഹങ്ങളുടെ അന്തരീക്ഷത്തിലൂടെ കടന്നു വരുന്ന പ്രകാശരശ്മികൾ, അതിലുള്ള ഇൻഫ്രാറെഡ് സിഗ്നേച്ചറുകൾ പിടിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ അറ്റ്മോസ്ഫിയർ എങ്ങനെയാണ്, ജീവന് സാധ്യതയുള്ള എന്തെങ്കിലും ഒരു സാഹചര്യം ആ ഗ്രഹങ്ങളിലുണ്ടോ എന്ന് പഠിക്കുക എന്നുള്ളതും ഒരു പ്രൈമറി എയിമായിട്ട്, ലക്ഷ്യമായിട്ട് മുന്നിൽ കണ്ടുകൊണ്ട് ഈ ഒരു ടെലസ്കോപ്പ് പ്രവർത്തിക്കുന്നുണ്ട്. അതായത് ഒരു ഗ്രഹത്തിന് അന്തരീക്ഷമില്ല എങ്കിൽ അതിൻ്റെ എഡ്ജിലൂടെ കടന്നു പോകുന്ന പ്രകാശത്തിന് ഒരു മാറ്റവും സംഭവിക്കില്ല. പക്ഷേ കുറച്ച് തിക്നെസ്സിൽ ഒരു ഗ്രഹം എടുത്താൽ അതിൻ്റെ കുറച്ച് തിക്നെസ്സിൽ അന്തരീക്ഷം ഉണ്ടെങ്കിൽ ആ അന്തരീക്ഷത്തിലെ എലമെൻറ്റുകൾ അതിലൂടെ കടന്നു പോകുന്ന പ്രകാശത്തിൻ്റെ ചില ടിപ്പിക്കൽ റീജിയനിലുള്ള എനർജി വലിച്ചെടുക്കുകയും ബാക്കി മാത്രം കടത്തിവിടുകയും ചെയ്യുന്നു. നമ്മളതിനെ സ്പെക്ട്രോസ്കോപ്പിക് അനാലിസിസ് എന്ന് പറയും. ഇത്തരത്തിൽ ട്രാൻസിറ്റ് മെത്തേഡിലൂടെയോ മറ്റുമൊക്കെ തന്നെ ഏതെങ്കിലും ഒരു ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തിലൂടെ കടന്നു വരുന്ന രശ്മികളെ, അത് വളരെ ചെറിയ ഫോട്ടോണുകളായാൽ പോലും അതിനെ പിടിച്ചെടുത്തതിന് ശേഷം ഏത് റേഞ്ചിലുള്ള എനർജിയാണ് നഷ്ടപ്പെട്ടത് എന്ന് പഠിക്കുകയും അവിടെ അന്യഗ്രഹ ജീവികൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടോ എന്ന് തിരിച്ചറിയുവാനും ഈ ഒരു ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് നമ്മളെ സഹായിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതായത്
ഇനി ഒരുപാട് ഗ്രഹങ്ങൾ, ജീവസാധ്യതയുള്ള അന്തരീക്ഷമുള്ള ഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കാൻ നമുക്ക് സാധിക്കും. ഒരുപാട് അകലെയുള്ള ഗ്രഹങ്ങളെക്കുറിച്ചും ഒരുപാട് അകലെയുള്ള നക്ഷത്രങ്ങളെയും ഗാലക്സികളെയും കുറിച്ചും പ്രപഞ്ചത്തിൻ്റെ ആദ്യ രൂപമായിട്ടുള്ള അവിടെ നിന്ന് പുറപ്പെട്ട ഫോട്ടോണുകൾ പിടിച്ചെടുത്തുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ചിത്രങ്ങളും ഡാറ്റകളും ഒക്കെ തന്നെ തുടർച്ചയായി നമ്മുടെ ഭൂമിയിലെ ഓരോ ഗവേഷണ കേന്ദ്രങ്ങളിലേക്കും എത്തിച്ചേർക്കുവാനും ഫർദർ അനാലിസിസിന് സഹായിക്കാനും കഴിയുന്ന ഒരു മിഷനായിട്ടാണ് നാസ ഇത്രയേറെ വർഷം അവരുടെ ബഡ്ജറ്റിൻ്റെ 1/4 വരുന്ന തുക മാറ്റിവെച്ചുകൊണ്ട് ഈ ഒരു മിഷന് വേണ്ടി ചിലവാക്കിയത്. അപ്പോൾ സക്സസ്ഫുള്ളായിട്ട് അത് ബഹിരാകാശത്ത് ലഗ്രാഞ്ചിയൻ പോയിന്റ് 2-ൽ എത്തിച്ചേരുന്നതോടുകൂടി വരാൻ പോകുന്ന ഒരു പുതിയ നാളുകളെക്കുറിച്ച്, അല്ലെങ്കിൽ ഇനി കിട്ടാൻ പോകുന്ന ബഹിരാകാശത്തിൻ്റെ മിഴിവാർന്ന ചിത്രങ്ങളെക്കുറിച്ച്, പുതിയ പുതിയ ന്യൂസുകളെക്കുറിച്ച്, വർണ്ണശബളമായിട്ടുള്ള പ്രപഞ്ചത്തിൻ്റെ നിഗൂഢമായിട്ടുള്ള കാഴ്ചകളെ വിശദീകരിക്കുന്ന ഓരോ ആർട്ടുകളെയും എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു മഹത്തരമായിട്ടുള്ള ദൗത്യത്തിന് എല്ലാവിധത്തിലുള്ള സക്സസ്സും ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും ഒരുവിധം നിങ്ങൾക്ക് ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പിനെ കുറിച്ച് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. വിഷ്വൽസിനൊക്കെ തന്നെ കടപ്പാട് നാസയോടും നാസയുടെ ഗോഡാഡ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിനോടുമാണ്. അതുപോലെ തന്നെ പല ചാനലുകളും വെബ്സൈറ്റുകളും എന്നെ സഹായിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് റിയൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു അമേസിംഗ് ചാനലുണ്ട്. അതുൾപ്പെടെയുള്ള ഒരുപാട് ഡാറ്റകൾ. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് സിമിലാരിറ്റി തോന്നാം, കാര്യം ഇതെല്ലാം പറയുന്നത് ഒന്നാണ്, ഒരു വസ്തുവിനെ കുറിച്ചാണ്, ഒരു സാറ്റലൈറ്റിനെ കുറിച്ചാണ്. അപ്പോൾ അതൊക്കെ തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇതിൻ്റെയൊക്കെ തന്നെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റ കണ്ടെത്താൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്നുള്ള വിശ്വാസത്തോടു കൂടി ഞാനിവിടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. മറ്റ് വീഡിയോകൾ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ബൈ.